لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم نبئ عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും ഹദീസിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് സവിശേഷതകൾ, സിഫാത്തുകൾ നമ്മളെ പഠിപ്പിച്ചു. ആ രണ്ട് സവിശേഷതകളുടെ ഗുണങ്ങളുടെ പ്രത്യേകത രണ്ട് ധ്രുവങ്ങളിലുള്ള ഗുണങ്ങളാണ്. ഒന്നിന് നേരെ മറുവശത്തുള്ള ഗുണമാണ്. അതിലെ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യമാണ്. അവൻ്റെ ദാത്തിലുള്ള സിഫാത്ത് എന്നാണ് പറയുക. അഥവാ അള്ളാഹുവിൻ്റെ സത്തയിലുള്ള, സെൽഫിലുള്ള സിഫാത്ത്, സവിശേഷതകൾ, ഗുണവിശേഷണങ്ങൾ. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ഇഖാബിനെ പറ്റിയിട്ടാണ്, അവൻ്റെ ശിക്ഷയെ പറ്റിയിട്ടാണ് അള്ളാഹ് അറിയിച്ചത്. അത് അള്ളാഹുവിൻ്റെ അഫ്ആലുകളിലുള്ള അവൻ്റെ സിഫാത്തുകളാണ്, അഥവാ പടച്ചവൻ്റെ നടപടിക്രമങ്ങളിലുള്ള ഗുണവിശേഷണങ്ങൾ, സവിശേഷതകളാണ്. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് രണ്ട് ധ്രുവങ്ങളിൽ എന്ന് തോന്നുന്ന അള്ളാഹുവിൻ്റെ ഈ രണ്ട് സവിശേഷതകളെ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ പറ്റിയിട്ട് ഒരു വിശ്വാസി അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി പറഞ്ഞാൽ താൻ എന്ത് പാപം ചെയ്താലും, താൻ എത്ര വൃത്തികെട്ട ജീവിതം നയിച്ചാലും അള്ളാഹുവിൽ ഈമാനുണ്ടെങ്കിൽ പടച്ചവൻ എന്നെ സംരക്ഷിക്കുമെന്ന് തോന്നും വിധത്തിൽ അതിവിശാലവും അങ്ങേയറ്റം ഔദാര്യം നിറഞ്ഞതുമാണ് അവൻ്റെ കാരുണ്യം. എന്നാൽ അവൻ്റെ ശിക്ഷയെപ്പറ്റി പരാമർശിക്കപ്പെട്ടാലോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരിമ്പും രക്ഷയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിടാൻ പോകുന്നില്ല, അവൻ്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധ്യമല്ല, അതികഠിനമായ ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്ന് ഈ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്ക് തോന്നും. എന്തിനാണ് ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹ് നമ്മൾ അറിയിക്കുന്നത്?
നമ്മളെ സംബന്ധിച്ച് പടച്ചവനെ പറ്റിയിട്ടുള്ള റജാ, പ്രതീക്ഷ, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഖൗഫ്, ഭയം, ഇത് രണ്ടിൻ്റെ ഇടയിലാണ് വിശ്വാസി ജീവിക്കേണ്ടത്, മനുഷ്യൻ ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ പറ്റി പ്രതീക്ഷ മാത്രമുണ്ടായാൽ, ഖൗഫില്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ, മനുഷ്യൻ തോന്നിവാസത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. എന്തു പാപം ചെയ്യാനും മടിയില്ലാത്ത, മനക്കുത്തില്ലാത്ത മാനസികാവസ്ഥയിലേക്ക്, ജീവിത രീതിയിലേക്ക് മനുഷ്യൻ മാറിപ്പോവും. പ്രതീക്ഷ മാത്രമാണുള്ളതെങ്കിൽ. ഖൗഫ് മാത്രമാണെങ്കിലോ, ഭയം മാത്രമാണെങ്കിലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പ്രതീക്ഷയുടെയോ വിട്ടുവീഴ്ചയുടെയോ മാപ്പിൻ്റെയോ ഒന്നും ഒരു പ്രകാശം പടച്ചവനിൽ നിന്ന് പ്രതീക്ഷയില്ലാത്തൊരു ജീവിതമായി മാറും, ഇരുട്ടടഞ്ഞ ജീവിതമാവും. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 98-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പഠിപ്പിച്ചു, ഇഅ്ലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇഅ്ലമു, നിങ്ങൾ അറിഞ്ഞേക്കണം, നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, നിങ്ങൾ പഠിച്ചോളണം. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായിട്ടും അല്ലാഹു ഷദീദാണ്, കഠിനമുള്ളവനാണ്, കാഠിന്യമുള്ളവനാണ്. അൽ ഇഖാബ്, കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. അവൻ്റെ ശിക്ഷ മനുഷ്യന് താങ്ങാൻ സാധ്യമല്ല. അവൻ്റെ ശിക്ഷ മനുഷ്യന് നോക്കാൻ പോലും സാധ്യമല്ല. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അവൻ്റെ ശിക്ഷ കാണുമ്പോൾ, നരകം കാണുമ്പോൾ മനുഷ്യനെ അടഞ്ഞ കണ്ണ്, തൊർഫിൻ ഖഫീ, അടഞ്ഞ കണ്ണുകൊണ്ടാണ് നോക്കുക. കണ്ണു തുറന്ന് നേരെ നോക്കാൻ പോലും ഭയപ്പെടുന്ന, സാധിക്കാത്ത ശിക്ഷയാണ് അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് വിശ്വാസി മനസ്സിലാക്കണം, കഠിനമാണ് ശിക്ഷ. ആ ശിക്ഷ തടുക്കാനോ തടയാനോ സഹിക്കാനോ സാധ്യമേ അല്ല. ഉടൻ അല്ലാഹ് വീണ്ടും പറഞ്ഞു, വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ വിഷമിക്കണ്ട, പടച്ചവൻ അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. ഈ രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ ജീവിക്കണം. റജാഇന്റെയും ഖൗഫിന്റെയും, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ പറഞ്ഞു, വ ഇന്ന റബ്ബക ദൂ മഗ്ഫിറതി ലിന്നാസി അലാ ദുൽമിഹിം. മനുഷ്യന്മാർക്ക് അവരുടെ ദുൽമിന് ശേഷവും അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വ ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിക്കോ, നിന്റെ റബ്ബ് കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനും കൂടിയാണ് എന്ന് നീ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയാ, അള്ളാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്ത് പറയാ, നബ്ബി, താങ്കൾ വിവരമറിയിക്കുക, വർത്തമാനമറിയിക്കുക, ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ വിവരമറിയിക്കൂ, വാർത്ത അറിയിക്കൂ, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന് എൻ്റെ അടിമകളെ അറിയിക്ക്. വ അന്ന ഇബാദി, പിന്നെയും അറിയിക്കണം, പിന്നെയും എന്തറിയിക്കണം, വ അന്ന അദാബി, നിശ്ചയമായിട്ടും എൻ്റെ അദാബ് ഹുവൽ അദാബുൽ അലീം, അതും കൂടി അറിയിക്കണം. ഹുവൽ അദാബുൽ അലീം, ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അലീമായിട്ടുള്ള ശിക്ഷയാണ്. എന്താ അലീം എന്ന് പറഞ്ഞാൽ? താങ്ങാൻ കഴിയാത്തത്, കഠിനമായത്, മനുഷ്യന് ഒന്ന് ഏറ്റുനോക്കാം, സഹിച്ചു നോക്കാം എന്ന ചിന്ത പോലും ഇല്ലാത്ത വിധത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അതിനെ ഇളക്കി മറിക്കുന്ന ശിക്ഷയായിട്ട് കടന്നു വരും. അതാ അലീം, അദാബുൻ അലീം. ഇത് രണ്ടും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കും. ഇത് രണ്ടും കൂടി മനസ്സിലാക്കുമ്പോഴേ ഈമാൻ ഉണ്ടാവും, ശരിയായ ഈമാൻ ഉണ്ടാവും. കാരുണ്യത്തെ പറ്റി മാത്രം പറയുന്ന മതങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും, അവരെ നമ്മൾ പിന്നെ നിരീക്ഷിച്ചു നോക്കൂ, എല്ലാ തിന്മകളിലും അവരുണ്ടാവും. കാരുണ്യത്തെപ്പറ്റി, അമിതമായി ദൈവകാരുണ്യത്തെപ്പറ്റി സംസാരിക്കുകയും ആ ദൈവകാരുണ്യത്തിൻ്റെ അപ്പുറത്തെ വശം, ദൈവത്തിൻ്റെ കോപം, പടച്ചവന്റെ കോപം, ഗളബ്, അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ ഇഖാബ്, അദാബ്, ശിക്ഷയെപ്പറ്റി സംസാരിക്കാതിരിക്കുകയും ചെയ്ത മതങ്ങൾ മനുഷ്യന്റെ വൈയക്തിക ജീവിതത്തെ ശുദ്ധീകരിച്ചിട്ടില്ല, മനുഷ്യന്റെ വൈയക്തിക ജീവിതത്തെ ശുദ്ധീകരിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യന് പിന്നെ വ്യക്തി ജീവിതത്തിൽ തോന്നിവാസങ്ങളിൽ മുഴുകാനുള്ള പ്രേരണയും അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന മനക്കുത്തിനെ തടുക്കുകയുമാണ് കാരുണ്യത്തെപ്പറ്റി മാത്രം സംസാരിച്ച, ദൈവകാരുണ്യത്തെപ്പറ്റി മാത്രം സംസാരിച്ചവർ ലോകത്തോട് ചെയ്തത്. എന്നാൽ അദാബിനെ പറ്റി മാത്രം സംസാരിച്ചവരുണ്ട്. പടച്ചവന്റെ അദാബിനെപ്പറ്റി, അവന്റെ ഇഖാബിനെ പറ്റി മാത്രം സംസാരിക്കുന്ന മതങ്ങളുണ്ട്. അവിടെ നമ്മൾ നോക്കൂ, ഒരു പ്രതീക്ഷയില്ല മനുഷ്യന്. ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഒരു അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ പൊറുക്കുന്ന ഒരു രക്ഷിതാവിനെ പറ്റി ഓർമ്മപ്പെടുത്താത്ത മതദർശനങ്ങൾ മനുഷ്യനെ ഇരുട്ടിൽ നിർത്താണ് ചെയ്തത്. ഇസ്ലാം ഇത് രണ്ടിൻ്റെ ഇടയിൽ, ഒരു വിശ്വാസിന്റെ ഹൃദയത്തിൽ ഇസ്ലാം ഇത് രണ്ടും സ്ഥാപിച്ചു. നിങ്ങൾ പടച്ചോനെ മനസ്സിലാക്കേണ്ട എങ്ങനെ അറിയോ? നിങ്ങൾ എന്തും ചെയ്തോ,
എന്ത് തോന്നിവാസം ചെയ്തു പോയാലും പുറത്തു തരുന്ന റബ്ബാണ്, പുറത്തു തരുന്ന റബ്ബാണ്. അങ്ങനെ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ പഠിപ്പിച്ചു, പടച്ചവൻ ഒരു തോന്നിവാസത്തിന്റെ പേരിൽ ശിക്ഷിക്കാൻ വിചാരിച്ചാൽ നിന്റെ നാശം, അനന്തരമാകുന്ന ശിക്ഷ, നിനക്ക് താങ്ങാൻ കഴിയാത്ത ശിക്ഷ നിന്നെ ഏൽപ്പിക്കുന്നവനും കൂടിയാണ് നിന്റെ റബ്ബ്. ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിർത്തി. ഇനി ആരെയാണ് അല്ലാഹു ശിക്ഷിക്കാൻ പോകുന്നത്? 3 കൂട്ടരെയാണ് അല്ലാഹു ശിക്ഷിക്കുക. നമ്മളതിൽ പെടുന്നോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 3 കൂട്ടരെ അല്ലാഹു ശിക്ഷിക്കും. ഒന്നാമത്തെ കൂട്ടർ തഅദ്ദി എന്നാ പറയാ, അതിര് കടക്കുന്നവർ, ധിക്കരിക്കുന്നവർ, മുറിച്ചു കടക്കുന്നവർ, പടച്ചവൻ വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ, ബൗണ്ടറികൾ അത് മുറിച്ചു കടക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളെ അല്ലാഹു ശിക്ഷിക്കും, തീർച്ചയായിട്ടും ശിക്ഷിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിലുഹു النار ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ ആരാണ് മുറിച്ചു കടക്കുന്നത്? യുദ്ഖിലുഹു നാറൻ, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും, അവൻ നരകത്തിൽ പ്രവേശിക്കും. ഖാലിദൻ ഫീഹാ, വെറുതെ പ്രവേശിക്കല്ല, ഖാലിദൻ ഫീഹാ, അവൻ അതിൽ ഖുലൂദുള്ളവനായിരിക്കും, നിരന്തരമായിട്ടുള്ള അവസ്ഥ, കഴിയാത്ത, അവസാനിക്കാത്ത, ഡ്യൂറേഷൻ നിശ്ചയിക്കപ്പെടാത്ത ഒരു ജീവിതമാണ് നരകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ഖാലിദൻ ഫീഹാ, അവൻ അവിടെ നിരന്തരമായി അനുഭവിക്കും. വലഹു അദാബുൻ മുഹീൻ, അവൻ അല്ലാഹു ഒരുക്കി വെച്ചത് എന്താ? മുഹീനായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടാം. ഓരോ നിമിഷവും സ്വയം അപമാനിതനാവുക, സ്വയം നിന്ദിക്കപ്പെടുക, സ്വയം മനസ്സിൽ നിന്ദതയുടെ നീറലുമായി ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ആർക്കാണ്? അല്ലാഹു ചില ബൗണ്ടറികൾ വരച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണത്, അതാണ് ബൗണ്ടറി വെച്ചത്. ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുതിയ കാലത്ത് ഹോമോസെക്ഷാലിറ്റിക്ക് തെളിവ് പിടിക്കാണ്. എന്തിനാണ്? ചില മൃഗങ്ങളിൽ, ചില ജീവജാലങ്ങളിൽ ഹോമോസെക്ഷാലിറ്റി ഉണ്ടെന്നാണ്. ഏത്? സ്വർഗാനുരാഗുണ്ട്, സ്വർഗ ലൈംഗികതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ഫിലോസഫികളും നാട്ടിൽ സയൻസും പഠിപ്പിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മുസ്ലിം നാമധാരികളിൽ വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ജീവജാലങ്ങളെ പറ്റി പഠിച്ചാൽ അവ ഹോമോസെക്ഷാലിറ്റി ഉള്ള ആളുകളെ അല്ല എന്നത് സത്യമാണ്. പക്ഷെ അവയുടെ ചേഷ്ടകളിൽ നിന്ന് വ്യാഖ്യാനിച്ച്, ദുർവ്യാഖ്യാനിച്ച് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാണ്? പടച്ചവന്റെ അതിർവരമ്പ്, ബൗണ്ടറി ലംഘിക്കുന്ന അവസ്ഥയിലേക്ക്. വയതഅദ്ദ ഹുദൂദഹു, ആരാണ് അവന്റെ ബൗണ്ടറി ലംഘിക്കുന്നവർ? അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് എന്താ? യുദ്ഖിലുഹു നാറൻ, നരകമാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. അതുകൊണ്ട് ആളുകൾ ചോദിക്കുക, എന്താ പ്രശ്നം? ഒരു പെണ്ണും ജീവിച്ചാൽ എന്താ പ്രശ്നം? പെണ്ണിന് തിരിയാൻ അറിയില്ലേ? അവർക്കിടയിൽ കൂടുതൽ ബന്ധമുണ്ടാവില്ലേ? സ്വയം മനസ്സിലാക്കാൻ എളുപ്പമല്ലേ? പടച്ചവന്റെ ഹുദൂദ് അത് അതിലംഘിച്ചു കഴിഞ്ഞു, ആ ബൗണ്ടറി മുറിച്ചു കളഞ്ഞു. അത് മുറിച്ചവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് നരകമാണ്. ഖാലിദൻ ഫീഹാ, ആ നരകത്തിൽ നിത്യവാസമാണ്. വലഹു അദാബുൻ മുഹീൻ. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയാ, നരകം എന്ന് പറഞ്ഞാൽ തന്നെ അദാബാണ്, ശിക്ഷയാണ്. ആ നരകത്തിൽ ഖാലിദൻ ഫീഹാ, നിത്യവാസം എന്ന് പറഞ്ഞാൽ അത് തന്നെ മറ്റൊരു ശിക്ഷയാണ്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയാ, വലഹു അദാബുൻ മുഹീൻ, അവന് വേറെ എന്തുണ്ട്? നിന്ദ്യമായ ശിക്ഷ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. എങ്കിൽ അവന്റെ ഭാവനകൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ബൗണ്ടറികളെ ലംഘിക്കരുത്. അള്ളാഹു അതും പൊറുക്കില്ല, അള്ളാഹു പൊറുക്കില്ല. ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റും, ഇസ്തിഗ്ഫാർ ചെയ്യും. പക്ഷേ അവനൊരു വര വരയ്ക്കുമ്പോൾ ആ വര എനിക്ക് സ്വീകാര്യമല്ല, ആ വര എനിക്ക് സ്വീകാര്യമല്ല, പാടില്ലാത്തത്, ഹറാമ്, ഹലാല്, ഹക്ക്, ബാത്തില് എന്ന് പറഞ്ഞിട്ട് അവനൊരു ബൗണ്ടറി വരച്ചിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിന് ചുറ്റും. ആ ബൗണ്ടറിയെ പറ്റി ഞാൻ പറയാണ്, എനിക്ക് ആധുനിക കാലത്തിന് യോജിക്കാൻ പറ്റുന്നതല്ല, പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, പുതിയ കാലഘട്ടത്തിലെ പുതിയ ജനറേഷന്റെ ചിന്തകൾക്ക് അനുയോജ്യമല്ല. ആ ബൗണ്ടറിയെ ഞാൻ ലംഘിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നോക്കിയിരിക്കാണ് നാറുമായിട്ട്. ഖാലിദൻ ഫീഹാ, ആ നരകത്തിൽ നിത്യവാസം ഒരുക്കിക്കൊണ്ട്. വലഹു അദാബുൻ മുഹീൻ, നിന്ദ്യമായ, നാണം കെടുത്തുന്ന, അപമാനിതനാക്കുന്ന ശിക്ഷയുമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ബൗണ്ടറികൾ ലംഘിക്കുന്നവർ നോക്കുകയാണ്. ഒന്നാമത്തെ കാര്യത, നമുക്ക് ചിലതൊക്കെ അബദ്ധങ്ങൾ പറ്റും. നമ്മൾ മനുഷ്യനാണ്, വേണ്ടാത്തത് ചെയ്തു പോയേക്കും.
ആ ചെയ്തു പോയതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. പുതിയ യുക്തിവാദത്തിന്റെ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ യുക്തിവാദം വർദ്ധിക്കുന്നു, ഏത്തിസത്തിന്റെ ചിന്തകൾ സ്വാധീനിക്കുന്നു. എങ്ങനെയാണ് ഇവരൊക്കെ ഏത്തിസത്തിൽ പോയത്? എങ്ങനെയാണ് ഇവരൊക്കെ ദൈവമില്ല, വേദഗ്രന്ഥങ്ങളില്ല, പ്രവാചകന്മാരില്ല, മനുഷ്യരതിൻ്റെ ആവശ്യമില്ല എന്ന് സയൻസിന്റെ അടിത്തറയിൽ, ദാർശനികതയുടെ അടിത്തറയിൽ, ദർശനങ്ങളുടെ അടിത്തറയിൽ, ഫിലോസഫിയുടെ അടിത്തറയിലൊക്കെ സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ എങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് എത്തിയത്? നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാനീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ കുടുംബത്ത് മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെന്തിനാണ് നിരീശ്വരവാദത്തിലേക്ക് പോയത്? അവർക്ക് അള്ളയില്ല എന്ന് നിരന്തരമായ ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ നടത്തിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ സ്ഥൂല പ്രപഞ്ചത്തെയും സൂക്ഷ്മ പ്രപഞ്ചത്തെയും ഫിസിക്സിന്റെ അടിത്തറയിൽ നിന്ന് ചിന്തിച്ച് അവർക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിന്റെ താളപ്പൊരുത്തത്തിന് പിന്നിൽ, ഇതിന്റെ കൃത്യമായിട്ടുള്ള, ഇതിന്റെ സങ്കീർണമായിട്ടുള്ള ചലനത്തിന് പിന്നിൽ, ഇതിന്റെ പിറകിൽ ഒരു ആസൂത്രണത്തിന്റെ ആവശ്യമില്ല, ഇത് താനെ പൊടുന്നനെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കലാണ് ലോജിക് എന്ന് തോന്നിയത് കൊണ്ടാണോ? ആണോ? അല്ല, മറിച്ച് വ്യഭിചരിച്ചു പോയി, പെണ്ണ് പിടിച്ചുപോയി, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടു പോയി, ഹറാമായ ചിന്തകളിലേക്ക് പോയി. തൗബ ചെയ്യേണ്ടതിന് പകരം, തിരിച്ചു വരേണ്ടതിന് പകരം ഗഫൂറുർ റഹീമായിട്ടുള്ള റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നാഥാ പറ്റിപ്പോയി റബ്ബേ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിച്ചാൽ നിന്റെ റബ്ബ് ആരാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വ്യഭിചരിച്ചവൻ, മദ്യപിച്ചവൻ, ഫാഹിഷത്ത് ചെയ്തവൻ, മ്ലേച്ഛവൃത്തി ചെയ്തവൻ, ഹറാം ചെയ്തവൻ, തോന്നിവാസം ചെയ്തവൻ, ഒരു നിമിഷം അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞാൽ, ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ കണ്ണുനീര് വന്നാൽ, അവന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മലായികത്തുകളോട് റബ്ബ് അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, കണ്ടോ എന്റെ ദാസൻ തെറ്റ് ചെയ്തു പോയി. റസൂലുള്ളാഹി പഠിപ്പിക്കുക, എന്റെ ദാസൻ തെറ്റ് ചെയ്തു പോയി, അതാ അവനെ ശിക്ഷിക്കുന്നൊരു റബ്ബുണ്ടെന്ന് അവന് മനസ്സിലായല്ലോ, അവൻ ഇസ്തിഗ്ഫാർ തേടിയല്ലോ, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. അത് നോക്കി, ഇത് വാങ്ങാൻ നിൽക്കാതെ പടച്ചവന്റെ ഈ കാരുണ്യവും ഈ റഹ്മത്തും അവന്റെ ഈ വിട്ടുവീഴ്ചയും ഈ അഫുവും മാപ്പും വാങ്ങുന്നതിന് പകരം തന്റെ തോന്നിവാസത്തെ, തെമ്മാടിത്തത്തെ, പാപത്തെ ദാർശനികതയുടെ കുപ്പായമണിയിച്ച് ഏത്തിസം എന്ന പേരിട്ട് തോന്നിയതുപോലെ ജീവിക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പുതിയ കാലഘട്ടത്തിൽ. അല്ലാതെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇത് ഫിലോസഫി അല്ല. ഇത് ഞാൻ വേണ്ടാത്ത ചെയ്തു, എൻ്റെ അവിഹിതം ഇങ്ങനെ നിൽക്കണം, എനിക്കത് ആസ്വദിക്കണം, പാപം ചെയ്ത് എനിക്ക് ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ എനിക്ക് പിന്നെ ചീത്തപ്പേര് വരും. അതിനേറ്റവും നല്ല പണി എന്താ? ഞാനൊരു ദാർശനിക കുപ്പായം എടുത്തിടാം. അതിന് പറ്റിയ ദർശനം ഏതാ? അതിന് പറ്റിയ ദർശനം നിരീശ്വരവാദമാണ്. കാരണം എന്തു ചെയ്യാലോ? കേരളത്തിലെ നിരീശ്വരവാദത്തിന്റെ പ്രധാനപ്പെട്ട സബ്മിറ്റുകളിൽ അവതരിപ്പിച്ചത് എന്താ? ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ ബന്ധുരതി അനുവദനീയമാണെന്ന് പ്രസംഗിച്ചിട്ട് നാടുനീളെ ആളുകളെ പഠിപ്പിച്ചു. അവസാനം നാണം കെട്ട് കേരളത്തിലെ പറയാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബ് ലിങ്കിൽ നിന്നും മുക്കി. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ബന്ധുരതി? ഉമ്മയും മോനും തമ്മിൽ പരസ്പര ധാരണയോടെയാണെങ്കിൽ വ്യഭിചരിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന ദർശനമുണ്ട്. എന്നാ പിന്നെ എൻ്റെ നാണം കെട്ട ജീവിതത്തിന്, പാപഭംഗിലമായ ജീവിതത്തിന് ആ ദർശനം മതി, ഞാൻ ആ ദർശനത്തിന്റെ ആളാണ്. ഇതിനാണ് തോന്നിവാസം ചെയ്യാനാണ് ഏത്തിസം. അല്ലാതെ പഴയകാലത്തെ പിന്നെ യുക്തിവാദികളെപ്പോലെ ഈ പ്രപഞ്ചത്തെപ്പറ്റി പഠിച്ചപ്പോൾ അവരെവിടെയോ തെറ്റിദ്ധരിച്ചു പോയി. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവോ ഒരു ആസൂത്രണമോ ഒരു സിദ്ധവൈഭവമുള്ള ഒരു ബുദ്ധിയോ ഇതിൻ്റെ പിറകിൽ വേണം എന്നവർക്ക് തോന്നിയില്ല, മണ്ടത്തരം കൊണ്ട് തോന്നിയില്ല. എന്നാണെങ്കിൽ ആ യുക്തിവാദത്തിനൊരു ക്ലാസിക്കൽ ഛായ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കാൻ, അതിനൊരു ക്ലാസിക്കൽ ഛായ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഴയകാലത്ത് യുക്തിവാദികൾ പെണ്ണുപിടിക്കാൻ പിന്നെ ഫിലോസഫി പറഞ്ഞിട്ടില്ല. പഴയകാലത്ത് പിന്നെ യുക്തിവാദികൾ ഈ പറഞ്ഞ സ്വർഗരതിക്ക്, ഈ പറഞ്ഞ ഹ്യൂമൻ സെക്ഷാലിറ്റിക്ക് അതിന് ഫിലോസഫി പറഞ്ഞിട്ടില്ല. അവർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ചരിത്രം അവർക്ക് പറയാനുണ്ടാവും. ഇന്നും യുക്തിവാദി സമ്മേളനങ്ങൾ, ക്ലാസിക്കൽ യുക്തിവാദത്തിന്റെ ആളുകളുടെ അടുത്ത് പോയി നോക്കൂ, അവർ സംസാരിക്കുക ഈ സമൂഹത്തിലുണ്ടായ ജനങ്ങളുടെ അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയത്, ആൾ ദൈവങ്ങളുടെ ചൂഷണങ്ങൾക്കെതിരെ പോരാടിയത്. ഈ കഥയാണ് പഴയ യുക്തിവാദിക്ക് പറയാനുള്ളത്. കാരണം എന്താ? അവൻ തെറ്റിലാണെങ്കിലും അബദ്ധത്തിലാണെങ്കിലും പഠനത്തിന്റെ വൈകല്യത്തിലാണെങ്കിലും അവനൊരു ഇഖ്ലാസ് ഉണ്ടായിരുന്നു.
അവനൊരു ഇഖ്ലാസ് ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് യുക്തിവാദിക്ക് പറയാനുള്ളത് എന്താ? സമ്മേളനത്തിൽ അവന് പറയാനുള്ളത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ദുരാചാരങ്ങളിൽ നിന്ന് സമൂഹത്തെ സംസ്കരിച്ച കഥ പറയാനുണ്ടോ? ഇല്ല. ആണിനെയും പെണ്ണിനുമായി ഒരുമിച്ച് ലയിക്കുന്ന, ഒരുമിച്ച് അവനുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരേ സമയം ആണിനെയും പെണ്ണിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ലൈംഗിക മിഷ്യനാണ് ഞാൻ, ബൈസെക്ഷാലിറ്റിയുടെ ആളാണ്. അതിന് മാനവികതയുടെ കുപ്പായ അണിയിക്കാൻ നിൽക്കലാണ് അവന്റെ കാര്യപ്പെട്ടിട്ടുള്ള പണി. പുതിയ കാലത്തെ യുക്തിവാദിന്റെ അല്ലെങ്കിൽ ശബരതിക്കായിരിക്കും, നെക്രോഫീലിയായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ ശിശുകാമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ, ഇതിനൊക്കെ പിന്നെ ദാർശനിക കുപ്പായിട്ടടക്കലാണ് പുതിയ കാലത്ത്. നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലേ, നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങളുണ്ടെങ്കിലേ, നമ്മൾ ഹറാമിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിലേ, നമ്മൾ മഹാപാപം ചെയ്തിട്ടുണ്ടെങ്കിലേ, സബഅൽ മൂബിഖാത്ത് പറ്റിയിട്ടുണ്ടെങ്കിലേ, അൽ കബായിർ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ നിരാശപ്പെടണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. ആദ്യതാ നീ പഠിക്കേണ്ടത്. എൻ്റെ അടിമകളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. വ്യഭിചരിച്ച് നടക്കുന്ന, മദ്യപിച്ച് നടക്കുന്ന, ഇസ്ലാമിക ജീവിതമില്ലാത്ത, ഹറാമും ഹലാലും നോക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക്, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, അവനോട് അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനാണ്. എന്നിട്ടും ഇത് കേട്ടിട്ടും നന്നാവാതെ, തിരുത്താതെ, തിരിഞ്ഞു നടക്കാതെ, തിരിച്ചറിവില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവനോട് പറഞ്ഞേക്ക്, വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷയുണ്ടല്ലോ കഠിനമാണ്, നിനക്ക് താങ്ങാൻ കഴിയാത്ത കഠിനമാണ് എന്ന് കൂടി പറഞ്ഞു കൊടുത്തേക്ക്. നമ്മളിത് ചെയ്താൽ മതി. അല്ലാതെ യുക്തിവാദത്തിന്റെ കുപ്പായ അണിഞ്ഞിട്ട് എൻ്റെ വ്യഭിചാരത്തിന് ദാർശനിക അടിത്തറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. യുക്തിവാദത്തിന്റെ കുപ്പായ അണിഞ്ഞിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന സ്വർഗരീതിയുടെ ആളുകളുണ്ടല്ലോ, അവർക്ക് കുപ്പായ അണിയിച്ചു കൊടുക്കണ്ട. ഫിലോസഫിന്റെ കുപ്പായം, മനസ്സിലായോ? ആ പണി നമ്മൾ എടുക്കുക, അതാണ് ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൗണ്ടറി ലംഘിച്ച ഒരുത്തനെയും വിടാൻ പോകുന്നില്ല. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതറിയോ? പാപം കൊണ്ട് ജീവിതം കൊണ്ടു നടക്കുക. വല വിശുദ്ധ ഖുർആൻ പറയാണ്, അങ്ങനെയല്ല. മൻ കസബ സയ്യിഅ, ആരെങ്കിലും പാപം സമ്പാദിച്ചാൽ, വഅഹാതത് ബിഹി ഖതിഅതുഹു, ആ പാപം അവനെ വലയം ചെയ്തു കഴിഞ്ഞാൽ, ഫഉലൈക അസ്ഹാബുൻ നാർ, അവൻ നരകത്തിന്റെ അസ്ഹാബുകളിൽപ്പെട്ടവനാണ്, നരകത്തിന്റെ ആളുകളിൽപ്പെട്ടവനാണ്. പാപം ചെയ്യുക, ജീവിതം അതിന്. മദ്യപിക്കാൻ വേണ്ടിയിട്ട് ജീവിതം, പാർട്ടികൾ ഓടി നടക്കുക, പാർട്ടികൾ അന്വേഷിച്ചെടുക്കുക. എപ്പോഴെങ്കിലും മദ്യപിച്ചു പോയി, അല്ലെങ്കിൽ മദ്യപിക്കുന്ന കൂട്ടുകെട്ടിൽപ്പെട്ട് കുറച്ചു കാലം വഴിതെറ്റി, പിന്തിരിഞ്ഞു വരണം, തിരുത്തണം, തിരിഞ്ഞു നടക്കണം, തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അതാണ് ആവശ്യപ്പെട്ടത്. അല്ല ഞാനിങ്ങനെ നടക്കുന്നത് പാർട്ടികൾ തേടിയിട്ട് മദ്യപിക്കാൻ, ഞാനിങ്ങനെ പിന്നെ ഓരോ സ്ഥലങ്ങളിലും പെൺബന്ധങ്ങൾ ഉണ്ടാക്കാൻ, സ്ത്രീബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ആ സ്ത്രീകളെ വളക്കാനും അവരെ എൻ്റെ ഇംഗിതങ്ങൾക്ക് വിധേയമാക്കാനും അവർക്ക് പിറകിൽ സമയം കണ്ടെത്തി ജീവിതത്തിൽ ഇങ്ങനെ ടൈം ടേബിൾ ചെയ്ത് നടക്കുന്ന മനുഷ്യന്മാരെ, അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ, ഒരാൾ ഇൻസിഡന്റായി ഒരാളുടെ ജീവിതത്തിൽ വ്യഭിചരിക്കുന്നതും, ഒരാൾ പ്ലാനഡായി അവന്റെ ജീവിതത്തെ കാലത്ത് മുതൽ രാത്രി വരെ വ്യഭിചാരത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ച് നടക്കുന്ന ജീവിതവും രണ്ടാണ് കേട്ടോ. മനസ്സിലാക്കിക്കോ. നമ്മൾ പറയും, പുരുഷന്മാരെ സംബന്ധിച്ച് പറയും, അവർക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ദുർബലതയാണ്. ശരിയാണ്, ഒരു അപകടം സംഭവിക്കാം. അതല്ലാതെ ജീവിതം ഇതിനായിട്ട് പ്ലാൻ ചെയ്ത് നടക്കുക, രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങുന്നത് വരെ ഉറക്കത്തിലും ഈ പ്ലാനുമായി അവൻ എവിടെയെങ്കിലും മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് തേടി നടക്കുക, എന്നിട്ട് ഇത് വലിയ കാര്യമായി നടക്കുക. നിങ്ങൾ ആലോചിക്കുക, ഒരു വ്യഭിചാരി എന്നത് പുരുഷനെ സംബന്ധിച്ച് ഒരു കാര്യമല്ലടോ. ഒരു 10 പെണ്ണിനെ ഞാൻ വീഴ്ത്തി എന്നത് കാര്യമല്ലടോ. കാരണം എന്താ? നിന്നെപ്പോലെ തന്നെയാണ് ആണുങ്ങൾ മുഴുവൻ. പോളിഗമസാണ്. നീ മാത്രമല്ല ഇത്. പുരുഷന്മാർ 90% പോളിഗമസാണ്. അവന്റെ ടെസ്റ്റോസ്റ്ററിനെ പറ്റി പഠിച്ചാൽ മതി, ലൈംഗിക ഹോർമോണിനെ പറ്റി പഠിച്ചാൽ മതി. അവൻ ഒന്നിലധികം ആവശ്യമുള്ളവനാ. നീ വ്യഭിചരിക്കാൻ നടന്നപ്പോ ബാക്കിയുള്ളവന് പടച്ചവനെ പേടിച്ച്, അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത പണിയാണെന്ന് മനസ്സിലാക്കി അതിന് നിന്നിട്ടില്ല. അത്രയുള്ളോ? നീയാണോ കേമൻ? അതല്ല, ഇതിൽ നിന്ന് മാറി നടന്നവനോ? ആരാണ് കേമൻ? നീ ചെയ്യുന്ന പണി എല്ലാ ആണുങ്ങൾക്ക് അറിയുന്ന പണിയാണ്. നീ ചെയ്യുന്ന പണി എല്ലാ ആണുങ്ങൾക്ക് അറിയുന്ന പണിയാ. അല്ല, നീ ചെയ്യുന്ന പണി എല്ലാ പെണ്ണുങ്ങൾക്ക് അറിയുന്ന പണിയാണ്. പക്ഷേ ആ വൃത്തികെട്ട പണി ചെയ്യാതിരുന്നവനാണ്, ആ വൃത്തികെട്ട മ്ലേച്ഛമായ പണി ചെയ്യാതിരുന്നവളാണ്, അവളാണ്
ശരി, അവനാണ് ശരി. അവിടാണ് നമ്മുടെ മനസ്സുറപ്പിച്ചിരുത്തേണ്ടത്. അല്ലാഹു പറയാ, ഇങ്ങനെ പാപം ചുറ്റും വളഞ്ഞൊരു ജീവിതം നയിച്ചാൽ ഫഉലൈക അസ്ഹാബുന്നാർ, അവന് ഞാൻ ഒരുക്കി വെച്ചതാണ് നരകം. ഹും ഫീഹാ ഖാലിദൂൻ. അവിടെ അല്ലാഹ് ഖുലൂദിനെ പറ്റിയാ പറഞ്ഞത്. ഹും ഫീഹാ ഖാലിദൂൻ, അവൻ അതിൽ നിത്യവാസിയായിരിക്കും, നിരന്തരവാസിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ രണ്ടാമത്തെ കാര്യം ഖതീഅത്താണ്, പാപപങ്കിലമാവുക ജീവിതം, പാപങ്ങൾ കൊണ്ട് ജീവിതം എന്നറിയാം. ഇനി മൂന്നാമത്തെ കാര്യം ഇസ്യാൻ. മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കിക്കോ. ഇസ്യാൻ എന്താ? അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമൻ യഅസില്ലാ, ആരെങ്കിലും പടച്ചവനെ ധിക്കരിച്ചാൽ, അത് വിശാലാണ് ആ മേഖല. മദ്യപിക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപിക്കൽ ധിക്കാരാണ്. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യഭിചരിക്കൽ ധിക്കാരാണ്. ഒരു ആണും പെണ്ണും, മഹറമല്ലാത്ത ആണും പെണ്ണും ഒന്നിച്ചിരിക്കൽ, അവിടെ സാലിസഹുമ ശൈത്താൻ, മൂന്നാമൻ ശൈത്താനാണെന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, പുതിയ ജനറേഷന് ഇസ്ലാം പ്രേമത്തങ്ങനെ കഠിനമായി എതിർത്തിട്ടൊന്നുമില്ല. ഇസ്ലാം അങ്ങനെയാണ്, പ്രണയത്തെ എതിർത്തിട്ടില്ല. കാരണം ബാക്കിയുള്ള മതങ്ങളൊക്കെ പ്ലേറ്റ് കമഴ്ത്തിയിരിക്കുകയാണ്. പ്രണയത്തിൻ്റെ, അനുരാഗത്തിൻ്റെ, ജെന്യൂനായ പ്രണയത്തെ പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കാലഘട്ടമാണല്ലോ. അങ്ങനെയാണല്ലോ മതത്തിൻ്റെ ആചാര്യന്മാരെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മീഡിയയോട് സംസാരിക്കുമ്പോൾ പ്രണയം, ഞങ്ങൾ ജെന്യൂനായ പ്രണയത്തെ ഞങ്ങൾ ആദരിക്കുന്നു, അത് അവകാശമാണ്, മനുഷ്യൻ്റെ അവകാശമാണ്. നിങ്ങൾ ഇതൊന്നും ഇസ്ലാമിന് പറഞ്ഞ പണിയല്ല. നാലാളെ മുമ്പിൽ നിന്ന് പറയണം, വിവാഹത്തിൻ്റെ അപ്പുറമോ ഇപ്പുറമോ ഉള്ള പ്രണയം മ്ലേച്ഛവൃത്തിയാണ് ഇസ്ലാമിന്. ഭാര്യയും ഭർത്താവും പ്രേമിച്ചാൽ മതി എന്ന് പറഞ്ഞ ഏകമതാണിത് ഇസ്ലാം, ഏകമതാണ്. അങ്ങനെ പറഞ്ഞത് വ്യഭിചാരം എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചെയ്യൽ, അതിൻ്റെ പിന്നിൽ നടക്കൽ, അതിന് സമയം കാണൽ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിലാണ്? യഅസില്ല എന്നാണ് പറഞ്ഞത്. പടച്ചോനെ ധിക്കരിക്കുക. വറസൂലഹു, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെ ധിക്കരിക്കുക. ഫഖദ് ളല്ല, നിശ്ചയമായിട്ടും അവൻ ളല്ല, പഴച്ചു. നിശ്ചയമായിട്ടും അവൻ പഴച്ചു. ളലാലൻ മുബീന, വ്യക്തമായിട്ടുള്ള ളലാലത്ത്, വ്യക്തമായിട്ടുള്ള വഴിപിഴവിൽ അവൻ പഴച്ചുപോയി. ഒരാൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഇനി അവനക്ക് എന്തെങ്കിലും അവനക്ക് എക്സ്ക്യൂസ് പറയാനുണ്ടോ? ഒന്നുമില്ല. അത്രക്കും വ്യക്തമായി ശക്തമായ വഴികെട്ടവനായിട്ട് അവന് മാറി അള്ളാഹിനെ ധിക്കരിച്ചാൽ. ആ ധിക്കാരത്തിന് പടച്ചവനുണ്ടല്ലോ, ഒന്നും വിടാൻ പോണില്ല. പടച്ചവൻ വിടാൻ പോണില്ല. പടച്ചവൻ ആർക്കാ പുറത്തു കൊടുക്കാൻ പോണത്? ഇതൊക്കെ ചെയ്തിട്ട് മനസ്സിൽ വേദന ഉണ്ടായിട്ട് നാഥ എനിക്ക് പുറത്തരണെന്ന് ചോദിക്കാത്തവനക്ക് ഒന്നും പുറത്തു കൊടുക്കാൻ പോണില്ല. അത്തരം ജീവിത രീതികൾ സ്വീകരിക്കാത്തവനല്ല പുറത്തു കൊടുക്കാൻ പോണില്ല. അപ്പോൾ അവരെ മുഴുവൻ നാം അവരുടെ ദമ്പ് കൊണ്ട് പിടികൂടി എന്നാണ്, അവരുടെ പാപം കൊണ്ട് പിടികൂടി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരിൽ ചിലർക്ക് നാം കൊടുത്തത് എന്താണെന്ന് അറിയുമോ? ചരൽ കാറ്റുകൊണ്ട് അവരുടെ ജീവിതവും നാം അങ്ങോട്ട് കവർന്നെടുത്തു. പൂർവികരല്ല ശിക്ഷിച്ചതാ. ഹോമോസെക്സാലിറ്റിക്ക് നടന്നോനെയും ഹക്കും ബാത്തില്ലാണ്ട് ജീവിച്ചോനെയും ഹറാം ഹലാലൊക്കെ പഴഞ്ചൻ കഥയാടോ, അതൊന്നും ഈ കാലത്തിന് പറ്റിയതല്ല, അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂല എന്ന തത്വശാസ്ത്രങ്ങൾ പടച്ചു വിട്ടവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരിൽ ചിലർക്ക് നാം ചരൽക്കാറ്റുകൾ അയച്ചു കൊടുത്തു. തുടർച്ചയായി ശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ നാസഗ്രന്ഥികളിൽ ചരലുകൾ വന്നടിയുന്ന രൂപത്തിൽ അവരെ നാം തുടർച്ചയായി ആ കാറ്റയച്ചു കൊടുത്തു. ജീവനും ജീവിതവും ഒന്നിച്ചെടുത്തു. അങ്ങനെ കുറെ സൊസൈറ്റി പോയിട്ടുണ്ട്. മുൻഗാമികൾ അങ്ങനെ കുറെ സൊസൈറ്റി പോയിട്ടുണ്ട്. വീണ്ടല്ല പറയാ, വമിൻഹും മൻ അഖദ്തുഹു അസ്സൈഹ, അവരെ നാം എന്ത് ചെയ്തു? ഘോരമായൊരു ശബ്ദമായിരുന്നു. അങ്ങനെയുണ്ട്. അങ്ങനെ ചില സൊസൈറ്റിനെ അല്ലാഹു ശിക്ഷിച്ചു. ചില സമൂഹത്തിനെ ആകാശത്ത് നിന്ന് ഒരു ചെറിയ ഇടിമുഴക്കം ഇങ്ങോട്ട് തുടങ്ങിയതാണ്. ആ ഇടിമുഴക്കം മനുഷ്യന്റെ കർണങ്ങളിൽ വന്ന് അത് ആഞ്ഞടിച്ച് അവന്റെ ശ്രവണശേഷിക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ശബ്ദം ഉയർന്ന് അവന്റെ ചെവികളിലൂടെ അവന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ട് അവന്റെ ചെവികളിലൂടെ രക്തമായി അത് പുറത്തേക്കൊഴുകി അവിടെ കുഴഞ്ഞു വീണ് മരിച്ച സമൂഹങ്ങളുണ്ട്. പണിയൊന്നുമില്ല പടച്ചോനെ. നമ്മളൊക്കെ അർമാദിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിന് പണി തരാൻ വലിയ കാര്യമൊന്നുമില്ല. പ്രകൃതി തന്നെ മതി. ഈ പ്രകൃതി തന്നെ മതി.
പിന്നെ അല്ലാഹു പറഞ്ഞു വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, ഭൂമിയിൽ ചിലരെ ആഴ്ത്തിക്കളഞ്ഞു. നമ്മൾ കേരളത്തിന്റെ ഭൂപ്രദേശത്തെ പറ്റി, കേരളത്തിന്റെ ഭൂമിയുടെ സവിശേഷതകളെ പറ്റി പഠിക്കുന്ന ആളുകൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ കുറേ കാലം നിലനിൽക്കും എന്ന് തോന്നുന്നില്ല. കുറേ കാലം ഇങ്ങനെ നിലനിൽക്കും എന്ന് തോന്നുന്നില്ല. എപ്പോഴും പ്രകൃതിയിലെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് മണ്ണിനടിയിൽ പോകാൻ സാധ്യതയുള്ളൊരു സൊസൈറ്റിയാണ് ഈ മലയാളം മണ്ണിന്റെ മേലെ നിൽക്കുന്ന നമ്മൾ. അള്ളാനെ മറന്നിട്ട് നമ്മൾ ജീവിക്കണ്ട. അള്ളാനെ മറന്ന് ജീവിച്ചാൽ വമിൻഹും മൻ അഗ്റഖ്ന, ചിലരെ നാം മുക്കിക്കളഞ്ഞു. രണ്ടും നമ്മൾ കണ്ടതാണ്, ഓരോ പ്രദേശത്തിനാണ്. കേരളത്തിലെ മലയാളികളായ നമ്മൾ കണ്ടതാണ് ഈ രണ്ട് ശിക്ഷ. അള്ളാഹു മുക്കിക്കൊന്നു നമ്മുടെ മുമ്പിൽ ചില ആളുകളെ, നമുക്ക് പാഠമാകാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണിനടിയിൽ നിന്ന് രാത്രിയും പകലും നിന്ന് നമ്മളെല്ലാം മനുഷ്യരുടെ, മലയാളിയുടെ മൃതശരീരം കോരിയെടുത്ത ഇന്നലെ മറന്നിട്ടില്ലേ? നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആണിന്റെയും പെണ്ണിന്റെയും മൃതശരീരങ്ങൾ രാത്രിയിൽ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, ഭൂമിയിൽ നാം അവരെ ആഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് നമ്മളെ ബാക്കി വെച്ചു. അവരുടെ മയ്യത്ത് നമ്മളെ കൊണ്ട് മണ്ണിനടിയിൽ നിന്ന് അല്ലാഹു കോരിയെടുപ്പിച്ചു. എന്തിനാ? നമ്മൾ തിരുത്താൻ. ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ, ഒരു വേള അവർ മടങ്ങാൻ. വമിൻഹും മൻ അഗ്റഖ്ന, നാം വെള്ളത്തെ കൊണ്ടുവന്നു. അവരുടെ വീടുകൾ മുങ്ങിപ്പോയി, അവരുടെ കെട്ടിടങ്ങൾ, അവരുടെ റോഡുകൾ, അവരുടെ അങ്ങാടികൾ, അവരുടെ മാർക്കറ്റുകൾ എല്ലാം മുങ്ങിപ്പോയി. എന്നിട്ടോ അവരുടെ മയ്യത്തുകൾ ആ വെള്ളത്തിൽ ഒലിച്ചു നടന്നു. നമ്മൾ കണ്ടു. ആ മയ്യത്തുകൾ ഏറ്റെടുത്തവർ നമ്മളാ. ആംബുലൻസുകളിലേക്ക് ആ മയ്യത്തുകളുമായി ഓടിയവർ നമ്മളാ. എന്നിട്ട് നമ്മളെല്ലാം ബാക്കി വെച്ചു. ലഅല്ലഹും യർജിഊൻ, നീയൊക്കെ മടങ്ങാൻ, ചെയ്ത തെമ്മാടിത്തം, പാപം, അതിൽ നിന്ന് നീയൊക്കെ മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കിതാ അവസരം തരുന്നു. ആ ബാക്കിയിരിക്കുന്നവരാ കേരളത്തിലെ ഞാനും നിങ്ങളും. ഇനി പണിയൊന്നുമില്ല. ഈ മഴ ഒന്ന് കനത്താ മതി. ഇന്നലെ നമ്മൾ മയ്യത്തെടുത്തവരാണെങ്കിൽ നാളെ ആ പ്രളയത്തിലെ മയ്യത്ത് നമ്മളായിരിക്കാം, മറ്റുള്ളവർ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് വിശ്വാസികളെ അല്ലാഹു വിട്ടിട്ടില്ല, ഒരാളെയും വിട്ടിട്ടില്ല, ഏലോകത്തും പരലോകത്തും വിട്ടിട്ടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് അവന്റെ ബൗണ്ടറികൾ ലംഘിച്ച് അവന് പാപം സമ്പാദിച്ച് തിരുത്താൻ മനസ്സില്ലാത്തവർ, മാപ്പ് ചോദിക്കാൻ മനസ്സില്ലാത്തവർ, നന്നാവണമെന്ന ചിന്തയില്ലാത്തവർ, തോന്നിവാസത്തിന് ദാർശനികതയുടെ കുപ്പായമണിയിച്ചിട്ട് തന്റെ വേണ്ടാത്ത വൃത്തികൾ ആളുകൾക്ക് മുമ്പ് പരസ്യമായി ചെയ്ത് നടക്കുന്ന ആളുകൾ, അവർ ജീവിക്കുന്നൊരു സൊസൈറ്റിയിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറക്കെ തിന്മക്കെതിരെ വിളിച്ച് പറയണം. നമ്മൾ തെറ്റെയ്യാതിരുന്നാൽ പോരാ. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ അടുത്ത ഖുത്ബയിൽ സൂചിപ്പിക്കാം. നമ്മളൊരു ധാരണ ഉണ്ട്, ഞാൻ വ്യഭിചരിക്കുന്നില്ലല്ലോ, ഞാൻ ഹോമോസെക്സ്വാലിറ്റിക്ക് പോണില്ലല്ലോ, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ. ഇപ്പം എനിക്കെന്താ പ്രശ്നം? എനിക്കാണ് പ്രശ്നം. മറ്റവന്റെ ശിക്ഷ നരകത്തിലാണെങ്കിൽ എനിക്ക് ഇഹത്തിലൊരു ശിക്ഷയുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്നതിന്, അത് കേട്ടുകൊണ്ടിരുന്നതിന്, അതിനോട് ചേർന്നിരുന്നതിന്, അതിനെ വിമർശിക്കാതിരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിൽ എനിക്കൊരു ശിക്ഷ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബകളിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എതിർത്തേ പറ്റൂ. ഒരു വിശ്വാസി എതിർത്തേ പറ്റൂ. അവൻ ഇത്തരം ആളുകളെ വിമർശിച്ചേ പറ്റൂ, സംവാദം നടത്തിയേ പറ്റൂ. തോന്നിവാസമാണ് എന്ന് അവനോട് ഉറക്കെ പറഞ്ഞേ പറ്റൂ. കപ്പലിൽ ഓട്ട കുത്തുന്നവന്റെ കൈ പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആ കപ്പൽ മുങ്ങും. റസൂലുള്ളാഹിന്റെ ആണ് ഉപമ, എൻ്റെ ഉപമല്ല, റസൂലുള്ളാഹിന്റെ ഉപമയാണ്. കപ്പലിൽ ഓട്ട കുത്തുന്നവൻ, അവന്റെ കൈ പിടിച്ചേ പറ്റൂ. അവനെ ഓട്ട കുത്തിക്കോട്ടെ, ഞാൻ കുത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കപ്പൽ മുങ്ങും. അപ്പം അവന് മാത്രമല്ല ഞാനുണ്ടാവും. അതാണ് എനിക്കുള്ള ശിക്ഷ. ഞാനങ്ങ് വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ ഹോമോസെക്സ്വാലിറ്റിയിൽ ഏർപ്പെട്ടിട്ടില്ല, ഞാൻ വേണ്ടാത്തൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇതിനൊന്നും എതിർത്തില്ല, കൈ പിടിച്ചില്ല. കപ്പലിൽ ഓട്ട കുത്തുന്നവന്റെ കൈ പിടിച്ചില്ല, അതിനൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ ചിലപ്പോൾ പ്രളയത്തിലായിരിക്കാം വരിക, ആ ശിക്ഷ ഈ തീരാത്ത ഇടിമിന്നലിൽ നിന്നായിരിക്കാം വരിക, ആ ശിക്ഷ മണ്ണിടിച്ചലിൽ നിന്നാകാം, ആ ശിക്ഷ ഉരുൾപൊട്ടലിൽ നിന്നാകാം. വേണ്ട, ആ ശിക്ഷ ഞാൻ ഓടിച്ചു പോകുന്നൊരു വാഹനം അതുണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്ന് നരക ജീവിതം അല്ലാഹു തന്നിട്ടായിരിക്കാം. നമ്മൾ ദുർബലരാണ്, നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കോ. പണി അല്ലാഹു തന്നാൽ താങ്ങാൻ കെൽപ്പുള്ള ഒരു കുട്ടിയും നമ്മളെ കൂട്ടത്തിലില്ല. കെടുത്തിക്കളയല്ല നരകിപ്പിച്ചിട്ട്. ദുനിയാവിൽ
കെടുത്തിക്കളയും, നമ്മളെ നരകിച്ച് ജീവിക്കും. അങ്ങനെ ജീവിച്ചവരുണ്ട്. ആ ജീവിതം നമുക്ക് അള്ളാഹ് കാണിച്ചു തന്നതെന്താ? അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് അള്ളങ്ങനെ ചെറിയ ശിക്ഷ അയച്ചു കൊണ്ടിരിക്കും. മനസ്സിലാക്കാൻ, നന്നാകാൻ, തിരുത്താൻ. സഹോദരങ്ങളെ, നമുക്ക് പാപം ചെയ്യാതിരിക്കലും മാത്രമല്ല പണി, പാപം ചെയ്യുന്നവരെ ശക്തമായി ചെറുക്കേണ്ട പണി കൂടിയുണ്ട്. ആ പണിക്ക് നമ്മൾ ഇറങ്ങണം. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ മനസ്സുകളെ ശൈത്താൻ സ്വാധീനിക്കുമ്പോൾ നമ്മളെ വ്യഭിചരിക്കാനോ മദ്യപിക്കാനോ തോന്നിവാസങ്ങൾ ചെയ്യിക്കാനോ ശൈത്താന് സാധ്യമല്ലാതെ വരുമ്പോൾ പിന്നെ ശൈത്താൻ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം ഇത്തരം തോന്നിവാസങ്ങളെ എതിർക്കേണ്ടതില്ല എന്ന ചിന്തയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മ കൊണ്ട് കൽപ്പിക്കാൻ മാത്രമല്ല നമ്മളെ പഠിപ്പിച്ചത്. വഅ്മുർ ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. തിന്മനെ എതിർക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്യണം. ആ ഡ്യൂട്ടി കൂടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ ആ ഡ്യൂട്ടി നിർവഹിക്കുന്നൊരു സംഘമാണ് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ISM-ൻ്റെ KNM-ൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ മെമ്പർ ഇവിടെ നിൽക്കുന്നത്. KNM-ൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായി, അല്ലെങ്കിൽ അത് നിമിത്തമായി, ഈ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ISM-ൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെയുള്ള എല്ലാ യുവാക്കളോടും പറയാണ്, നിങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ 15 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള യുവാക്കളുണ്ടെങ്കിൽ അവർ ഈ സംഘത്തിൽ ചേരണം. ഈ സംഘത്തോടൊപ്പം നിൽക്കണം. തിന്മയെ എതിർക്കുന്ന, തിന്മയെ നിഷിദ്ധമായി അതിനെ ചെറുക്കുന്ന ഒരു സംഘമെന്ന നിലയ്ക്ക് ഈ സംഘത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ആ സംഘത്തിൻ്റെ എറണാകുളത്തെ ജില്ലാ സമ്മേളനം ഇൻഷാ അല്ലാഹ് 2-ാം തീയതി ഞായറാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിയ ഈ പുതിയ ആക്രമണത്തെ കൂടി പ്രതിഷേധിച്ചുകൊണ്ട്, അത് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അതിനെപ്പറ്റി കൂടി ഒരു ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൂടി നടത്തപ്പെടുന്ന ഒരു ജില്ലാ സമ്മേളനമാണ്. വിവിധ നേതാക്കന്മാരും പണ്ഡിതന്മാരും അതിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവിടെ എത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യസംഘത്തോടൊപ്പം നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാത്തിലിൻ്റെ കക്ഷി ആരുമായാലും, അത് സ്വന്തം പ്രസ്ഥാനമായാലും, അതിനെ ഉപേക്ഷിക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട, തൃപ്തിപ്പെട്ട സത്യസംഘം, അത് ഏത് എനിക്കെത്ര വെറുപ്പുള്ള സംഘമായാലും അതിലേക്ക് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടെ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വീണ്ടും കരാറുകൾ ലംഘിച്ച് വീണ്ടും അന്താരാഷ്ട്ര മര്യാദകൾ മറികടന്നുകൊണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് നമ്മൾ കാണുകയാണ്. ഒരു മര്യാദയുമില്ല, ഒരു ലോക സമാധാന ചിന്തകളുമില്ല, ഒരു അന്താരാഷ്ട്ര നിയമങ്ങളില്ല. എല്ലാം കാറ്റിൽ പറത്തി ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ ഒരു ജനതയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ശിക്ഷിക്കുന്ന, ഉപദ്രവിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, കരാറുകൾ ലംഘിച്ചുകൊണ്ട് അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാശം നൽകുമാറാകട്ടെ. അവരെ അല്ലാഹു അവർക്ക് മേൽ നിന്ദതയും ശാപവും ശിക്ഷയും ഇറക്കുമാറാകട്ടെ. അവർ പിന്തിരിയാത്തവരല്ലാത്ത എല്ലാവരും അതിൽ നിന്ന് നശിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സത്യവിശ്വാസികളുടെ മനസ്സിൽ അവർക്കെതിരെയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി അല്ലാഹു സൃഷ്ടിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ ആകാശത്തേക്ക് ഉയർന്ന പ്രാർത്ഥനകൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ
വിവിധ പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, വംശഹത്യകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അക്രമികളെ കൈപിടിക്കാനുള്ളത് ശക്തി അള്ളാഹു ലോകത്തിന് നൽകുമാറാകട്ടെ. അവരെ നിലക്ക് നിർത്താനുള്ള ശക്തി അള്ളാഹു ലോകത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.